അതെന്താ നീ മനസ്സിലാക്കാത്തെ? സച്ചിയോട് പറഞ്ഞ് ഈ ചടങ്ങ് മാറ്റിവെപ്പിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമല്ലേ? ഈ വീട്ടിൽ നടന്നതൊക്കെ നല്ല കാര്യങ്ങളാണോ? അതിന്റെ ദുരന്തം അനുഭവിക്കുന്നവരാ ഞാനും സ്നേഹയും നന്ദേട്ടനും ഒക്കെ. ഇതൊക്കെ ഇനിയും ഞാൻ നിന്നോട് പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ? ഈ അവസരത്തിൽ ഇതുപോലൊരു ചടങ്ങ് ഇവിടെ നടന്നാ ഇതിനേക്കാൾ വലിയൊരു ദുരന്തം ഉണ്ടാവുമെന്ന് അച്ഛന് പേടി കാണില്ലേ? അല്ല അച്ഛാ, അതുകൊണ്ട് നീ തന്നെ സച്ചി ഇക്കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അച്ഛന്റെ അവസ്ഥ എനിക്ക് മനസ്സിലായി. അച്ഛന്റെ ആഗ്രഹത്തിനെതിരായി ഇവിടെ ഒന്നും സംഭവിക്കില്ല. സച്ചേട്ടനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. അന്ധവിശ്വാസം കുത്തിക്കയറ്റി ദൈവത്തിന്റെ പ്ലാൻ പോലും തെറ്റിക്കാൻ ഇവരൊക്കെ ശ്രമിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ അച്ഛൻ നിനക്ക് കൂട്ടുനിൽക്കുക. എനിക്കത് അനുവദിക്കാൻ പറ്റില്ല. അച്ഛൻ ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? അച്ഛൻ ഈ കുടുംബത്തിന്റെ നാഥനാണ്, സമ്മതിച്ചു. പക്ഷേ നീയും ഞാനും നമ്മുടെ കുഞ്ഞും മറ്റൊരു കുടുംബമാണ്. നമ്മുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം എനിക്ക് നിനക്ക് മാത്രമാണ്. അച്ഛനല്ല ആര് പങ്കെടുത്തില്ലെങ്കിലും പേരിനെങ്കിലും ഈ ചടങ്ങ് നടത്തും. ഇത് അച്ഛനോടുള്ള വാശി മാത്രമല്ല, സ്വന്തം കുഞ്ഞിനോടുള്ള നമ്മുടെ കടമ കൂടിയാ. സച്ചേട്ടാ, അത് മതി, വേണ്ട, ഇനി താനൊന്നും പറയണ്ട. നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം ഉണ്ടാവുക. ഇവിടെ തോറ്റുപോകരുത്. അച്ഛന്റെ വാശിക്ക് മുമ്പില് ഈ ചടങ്ങ് വേണ്ടെന്ന് പറയുമ്പോഴും ഇത് നടന്നു കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തന്റെ മനസ്സാണെന്ന് എനിക്കറിയാം. ധൈര്യമായിട്ടിരിക്കെ. ആരെതിർത്താലും നമ്മൾ ഈ ചടങ്ങ് നടത്തിയിരിക്കും. മറ്റൊന്നും ആലോചിക്കണ്ട. ഈ തീരുമാനം നമ്മുടെ കുഞ്ഞിനു വേണ്ടിയാ. മതി മതി മതി. വളകാപ്പിന് നെല്ലിശ്ശേരിയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കൃഷ്ണന്റെ അമ്പലത്തിലൊന്ന് കയറണം. സച്ചിയുടെ അർച്ചനയുടെയും പേരിൽ ഒരു വഴിപാട് നടത്താൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രസാദം വാങ്ങിച്ചോണ്ട് വേണം പോവാൻ. അതിനെന്താ, പോകുന്ന വഴിക്കല്ലേ കൃഷ്ണന്റെ അമ്പലം. നമുക്കവിടെ കയറി ഒന്ന് തൊഴുതിട്ട് പോവാം. ഞാൻ വരുന്നില്ല. അമ്മയും അനൂപേട്ടനും കൂടി പോയാ മതി. ആവണി മോക്ക് നാളെ സ്കൂളിൽ പോണം. അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനിവിടെ വേണ്ടേ? ആവണി നാളെ സ്കൂളിൽ പോകുന്നില്ല. അവളെ നമ്മളോടൊപ്പം വരുന്നു. അത് പറ്റില്ല. അവൾക്ക് നാളെ എക്സാം ഉള്ളതാ. ആണോ മോളെ? നാളെ നിനക്ക് എക്സാം ഉണ്ടോ? അത് യൂണിറ്റ് ടെസ്റ്റ് അച്ഛമ്മേ. നാളെ പോയില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. അത് പറ്റില്ല. നാളത്തെ എക്സാം മുടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ടീച്ചർമാരുടെ വായിലിരിക്കുന്ന കേൾക്കുന്നത് ഞാന്. PTA മീറ്റിംഗിന് വരുമ്പോ നീ ആബ്സെന്റ് ആയതിന് ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ അവര് പറയും. എനിക്കതൊന്നും കേൾക്കാൻ വയ്യ. നാളെ നീ സ്കൂളിൽ പോയേ പറ്റൂ. അപ്പൊ വളക്കാപ്പ് ചടങ്ങ് എനിക്ക് കാണണ്ടേ? മീരെ, നീ ഇങ്ങനെ വാശി പിടിക്കാതെ.
ഓ അത് അത്ര വലിയ എക്സാം ഒന്നും അല്ലല്ലോ. അവള് ചെറിയ ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്. ഓ ഒരു ദിവസം സ്കൂളിൽ പോയില്ല എന്ന് പറഞ്ഞ് ഒന്നും വരാനില്ല. ഉം. അമ്മയ്ക്കും അനൂപേട്ടനും അങ്ങനെയൊക്കെ പറയാം. സ്കൂളിലെ ടീച്ചർമാരോട് മറുപടി പറയേണ്ടത് ഞാനാ. ഓ ഇവളെ നാളെ സ്കൂളിൽ വിടാതിരിക്കാൻ പറ്റത്തില്ല. ശരി, നാളെ ആവണി സ്കൂളിൽ പൊക്കോട്ടെ. നിനക്കെന്താ വരാൻ പറ്റാത്തത്? അവക്ക് സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ആര് നോക്കും? അല്ല, അതിന് അവള് സ്കൂളിൽ പോകുന്ന രാവിലെ 7:30-ക്കല്ലേ? സ്കൂൾ ബസ് വന്ന് പോയി കഴിഞ്ഞിട്ട് നമുക്ക് പോയാ പോരെ? അതെ, നമുക്കൊരു 9 മണിയാകുമ്പോ ഇവിടുന്ന് പോയാൽ മതി. കൃഷ്ണന്റെ അമ്പലത്തിലൂടെ കയറിയിട്ട് അവിടെ ചെല്ലുമ്പോ കറക്റ്റ് ആയിരിക്കും. ഇവള് നാളെ സ്കൂളിൽ പോയാലും എനിക്ക് വരാൻ പറ്റില്ല. ശ്ശെ. അതെന്താ നിനക്ക് വരാൻ പറ്റാത്തത്? ഞാൻ വരുന്നില്ല, അത്ര തന്നെ. അല്ലാതെ അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഉം. നിനക്കെന്താ അച്ഛനോട് സച്ചിയുടെ വല്ല വിരോധമുണ്ടോ? അത് അമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ആ അവന്തിക പറഞ്ഞു കൊടുത്തത് ഏതാണ്ട് തലയെ കയറ്റിക്കൊണ്ട് നടക്കാവുള്ളൂ. ഓ പലതവണ ഞാൻ നിന്നോട് പറഞ്ഞു അവന്തിയുമായിട്ട് ഒരു ബന്ധവും വേണ്ടാന്ന്. പക്ഷേ കേക്കണ്ടേ? ഇടയ്ക്കിടയ്ക്ക് അവന്തി എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കും. ഇവളത് അപ്പാടെ എടുത്തങ്ങ് വിഴുങ്ങും. ദേ, ഒരു കാര്യം ഞാൻ പറയാം. എന്റെ പെങ്ങടെ വളകാപ്പ് ചടങ്ങാ.